ഹസന്റെ വാക്കുകളിൽ UDFന്റെ രാഷ്ട്രീയ നീക്കവും പുതിയ തന്ത്രങ്ങളും വ്യക്തമാണ്. പക്ഷെ അത് ഫലം കാണുമോ എന്ന ചോദ്യമാണ് മുന്നിലുള്ളത്. എന്താണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാധ്യതയെ UDF കാണുന്നത്? എന്തായിരിക്കും അവരുടെ നീക്കം? UDF ഒരു മധുര പ്രതികാരം തീർക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം വലിയ തരത്തിൽ വിവാദങ്ങൾ അലയടിച്ച സമയത്ത് ലീഗിനെ UDFന്റെ ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പല നീക്കങ്ങളും LDF നടത്തിയിരുന്നു. സ്വാഭാവികമായി അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ തിരിച്ച് UDFന്റെ കൈവശം വന്നിരിക്കുകയാണ്. ആ ആയുധം അവർ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് കൃത്യമായി ഇങ്ങനെയൊരു നീക്കത്തിലേക്ക്, അതായത് LDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നായ CPIയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ അത് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനൊക്കെ UDFനെ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ്. സ്വാഭാവികമായി LDF സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി, അതായത് മുന്നണി രൂപീകൃതമായി പിണറായി സർക്കാർ അധികാരമേറ്റ കഴിഞ്ഞ ഇത്രയധികം വർഷങ്ങൾക്കകത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിടുന്നത് ആദ്യമായിട്ടാണ്. മാത്രവുമല്ല, ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അതിന് കഴിയാതെ പോകുന്നു? അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി MR അജിത് കുമാറിനെ സുരക്ഷിതനാക്കി നിർത്തുന്നതിന് വേണ്ടി MR അജിത് കുമാറിന് കവചമൊരുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ LDFിലെ പാർട്ടിക്കുള്ളിൽ നിന്ന് CPMനുള്ളിൽ നിന്ന് തന്നെ വന്ന ആ വിമർശനങ്ങൾ അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഏറ്റുപിടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന് വില കൽപ്പിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മുന്നണി യോഗത്തിലടക്കം പ്രകടമായത്. സ്വാഭാവികമായി അവിടെ വ്യക്തമായി ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ട് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നു എന്നൊരു വലിയ വിമർശനം അത് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മുന്നണിക്കകത്തുനിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ UDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും CPI വലിയ അതൃപ്തിയിലാണ്, വലിയ അമർഷത്തിലാണ്. അവർ പരസ്യമായി, ഞങ്ങൾ ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായില്ല. പക്ഷേ ഇനിയും ഇതേ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ, അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ നിലപാട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും CPI നിലപാട് വ്യക്തമാക്കി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പട്ടിത്തെറി ഉണ്ടായാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം പ്രമുഖ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളിലുണ്ടായ വലിയ ഇടിവാണ്. അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് RSSുമായി അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു വിമർശനം കൂടി MM ഹസൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഭൂരിപക്ഷ സമുദായത്തെ കൈവിട്ടതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടായത്. സ്വാഭാവികമായി 2 വർഷങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അത് അവർക്ക് മുമ്പിൽ വലിയൊരു പാഠമാകുന്നുണ്ട്. അത് എല്ലാ മുന്നണികൾക്ക് മുമ്പിലും വലിയ പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം മത്സരിച്ച് LDFും UDFും നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരു മുഴം മുന്നേ അറിഞ്ഞിരിക്കുകയാണ് MM ഹസൻ. അതിനു വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് സർക്കാർ നടത്തിയത്. അതുകൊണ്ടാണ് RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് UDF ക്യാമ്പിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഡാന് നമ്മൾ പറഞ്ഞു വന്നത് UDFനെ സംബന്ധിച്ച് അവരുടെ സംഘടനാശേഷിയിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത തുടർന്നിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം. വരാൻ പോകുന്ന 2 വെല്ലുവിളികൾ, ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുന്നണി വിപുലീകരണ സാധ്യത UDF മുന്നിൽ കാണുന്നില്ല. പക്ഷേ അതിന്റെ കളമൊരുക്കൽ തീർച്ചയായും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം CPI ആണെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സാധ്യമല്ല. CPIക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിയിൽ പുകയുന്ന ഈ അസ്വാരസ്യങ്ങൾ അതിന്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തിച്ചിട്ട് സമയമാവുമ്പോൾ രംഗത്തിറങ്ങുക, പുതിയ നീക്കങ്ങൾ നടക്കുക, അതായിരിക്കുമോ UDFന്റെ തന്ത്രം? നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടുള്ള ഒരു
സെമി ഫൈനലായി തന്നെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നത് ആരാണോ അവരായിരിക്കും പിന്നീട് നിയമസഭയിലും ഭരണം കൈയാളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അത് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. സ്വാഭാവികമായി അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. താഴെത്തട്ടിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ മുന്നണികളും കടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. BJP സമാനതകളില്ലാത്ത ഒരു പ്രയത്നം ഇവിടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അത് താഴെത്തട്ടിൽ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇരു മുന്നണികൾക്കും തീർക്കുന്ന വെല്ലുവിളികൾ എത്രമാത്രം വലുതാണെന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി രൂപപ്പെടുന്നത്. സ്വാഭാവികമായി എന്തുകൊണ്ട് ഈ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി MR അജിത്കുമാർ, അത് സർക്കാരിനും RSSനും ഇടയിലുള്ള പാലമാണ് MR അജിത്കുമാർ എന്ന തരത്തിലുള്ള വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. കാര്യം കൃത്യമായി കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് പാർട്ടിക്ക് MR അജിത്കുമാറിലൂടെ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് മോഹൻ ഭാഗവതുമായി സംസാരിക്കണമെങ്കിൽ നേരിട്ടാകാം, അതിന് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മളിത് ചേർത്ത് വായിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ തവണത്തെ ഒരു തുടർ ഭരണത്തിലേക്ക് നയിച്ച വിജയം നേടാൻ കഴിയില്ല എന്ന കൃത്യമായ വിലയിരുത്തൽ ഇടത് ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തെ, അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദത്തെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാനാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, തൃശൂരിൽ താമര പിരിഞ്ഞതിന്റെ കാരണം അത് MR അജിത്കുമാറും RSS ജനറൽ സെക്രട്ടറിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലമാണോ? തൃശൂർ പൂരം കലക്കിയത് BJPക്ക് അക്കൌണ്ട് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇതാണ് പൊതുവിൽ പുകയുന്ന കാര്യങ്ങൾ. ആ പുകയുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. അതിനിടയിലാണ് UDF ഇതിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, CPI ഉൾപ്പെടെയുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ CPMന്റെ ഈ നിലപാടിനെ എത്ര കണ്ട്, അതായത് MR അജിത്കുമാറിനെ ഇത്തരത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നീക്കം അത് CPMന്റെ മുഴുവൻ പാർട്ടി നീക്കത്തിന്റെ ഭാഗമാണോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യമാണോ, എന്താണ് അത് എന്ന് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ആ നീക്കത്തിനോട് കടുത്ത വിയോജിപ്പുണ്ട് CPIക്ക് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ മുന്നണി യോഗത്തിൽ അവർ നടത്തിയ പ്രതികരണങ്ങളും പ്രസ്താവനകളും. സമാന തരത്തിലുള്ള പ്രസ്താവനകളുമായി മറ്റ് ഘടകകക്ഷികളും രംഗത്തേക്ക് വരുന്ന പശ്ചാത്തലമുണ്ട്. വർഗീസ് ജോർജ് അടക്കം ഇന്നലെ ആ കാര്യങ്ങൾ പരസ്യമായി തന്നെ മുന്നണി യോഗത്തിൽ ഉന്നയിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NP ചേക്കുട്ടി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ NP